പലപ്പോഴും എൻ്റെ അടുത്ത് ആളുകൾ പൊതുവെ ചോദിക്കാറുണ്ട്, എങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഇൻസ്റ്റാളർ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ അതിനൊരു ഒറ്റവാക്കിൽ ഉത്തരം പറയാന്നുള്ളതിന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം എഐയുടെ ഒക്കെ കാലഘട്ടമാണല്ലോ. അപ്പം ജിമ്മി, അതേപോലെ തന്നെ ചാറ്റ് ജി പി ടി പോലത്തെയൊക്കെ ടൂളുകൾ, എഐ ടൂളുകൾ ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിപ്സും കുറച്ച് ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും, എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പം സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റാത്തവർക്കായിട്ട് ഞാനിപ്പം കുറച്ച് പോയിന്റ്സ് ഇതിൽ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാളറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്, നമുക്കൊരു 3 വർഷം മുതൽ ഒരു 5 വർഷം വരെയൊക്കെ ഉള്ള ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻസ്റ്റാളറെങ്കിലും മിനിമം നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ സെയിം, അതായത് നമ്മളിപ്പോൾ എത്ര കിലോ വാട്ട് അല്ലെങ്കിൽ എങ്ങനത്തെ പ്രോജക്റ്റ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സെയിം കപ്പാസിറ്റി നിയർ ബൈ ഒരു 10% ടോളറൻസ് ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവൻ ഒരു 20 കിലോ വാട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 15 to 25 ഇടയിൽ ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് ഈ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മൾ പിന്നെ നോക്കേണ്ട കാര്യം വെച്ചാൽ, അവർ റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഹോൾഡ് ചെയ്യുന്നവരാണെന്നുള്ളതാണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഇതിന് ഇൻസ്റ്റാളേഷൻ ഗൈഡ് ലൈൻസ് പാലിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് രജിസ്ട്രേഷൻസ് ഉള്ള ആളുകളാണെന്നുള്ളത്. MNRE, അതേപോലെ തന്നെ നമ്മളെ സംരക്ഷ പോലത്തെ നമ്മുടെ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഒക്കെ അപ്രൂവലുള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് ഉള്ള ലൈസൻസി ആയിട്ടുള്ള ഇൻസ്റ്റാളേഴ്സ് ആണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ സെക്കൻഡ്ലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരുടെ റെപ്യൂട്ടേഷൻ നോക്കണം. അതായത് എത്ര കണ്ട് അവർക്ക് പിന്നെ മാർക്കറ്റിൽ വയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ എത്രയെന്ന് നോക്കണം. അതിൻ്റെ ഒരു 3 പോയിന്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ഓൺലൈൻ റിവ്യൂസുകൾ, അതായത് അവർക്ക് ഓൺലൈൻ മാർക്കറ്റുകൾ അല്ലെങ്കിൽ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ എത്ര കണ്ട് ആളുകൾ അവർ അവെയറാണ്, അല്ലെങ്കിൽ ആളുകളുടെ റിവ്യൂസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കാണാൻ പറ്റും. രണ്ടാമത് അവരുടെ പാസ്റ്റ് ക്ലയൻറ്റുകളോട് നമുക്ക് സംസാരിക്കാം. അത് അവരുടെ തന്നെ നമ്മൾ ചോദിക്കുക, ഒരു 3-4 ക്ലയൻസിൻ്റെ കോൺടാക്ട് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പാസ്റ്റ് ക്ലയൻസിൻ്റെ റിവ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇൻഡസ്ട്രിയിലുള്ള സിമിലർ നമ്മുടെ ഈ ഒരു സോളാർ ഇൻസ്റ്റാളൊക്കെ ചെയ്യുന്ന മറ്റുള്ള ആളുകൾ കൂടിയിട്ടുള്ള ഒരുപാട് കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും, അസോസിയേഷൻസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഒക്കെ. അതിലൊക്കെ ഉള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ശക്തമായിട്ടുള്ളൊരു കണക്ഷൻസും കോണ്ടാക്റ്റും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആളുകളിൽ നിന്ന് പ്രോജക്റ്റുകൾ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഹെൽപ്പിംഗ് ടീം പുറകിലുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ അസോസിയേഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് അവരുടെ ടോക്കൊന്നും അല്ലെങ്കിൽ അവരുടെ ഓഫീസ് വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം റെപ്യൂട്ടേഷനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളായിട്ടുള്ള ഒരു ഡീല് എങ്ങനെയാണ്, വളരെ നല്ലൊരു ഡീലാണോ എന്നുള്ളതാണ് നമ്മൾ പിന്നെ നോക്കേണ്ടത്. അതിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി മറ്റുള്ള കോഡ്സ് നോക്കി കമ്പയർ ചെയ്ത് മറ്റുള്ള മൾട്ടിപ്പിൾ ഇൻസ്റ്റാളേഴ്സിൻ്റെ കൊട്ടേഷൻ എടുത്ത് ഇവരുടെ ഡീൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് സേവിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് പൈസ നമുക്ക് എവിടെയൊക്കെ കോസ്റ്റ് കുറക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ ഉള്ള അഡ്വൈസുകൾ അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതും, എന്തോരം ആ കാര്യത്തിൽ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് പ്രോജക്റ്റ് കോസ്റ്റുകൾ, ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഓരോ ഇൻസ്റ്റാളേഷൻ നമ്മുടെ ഏരിയയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത ചില ഭാഗങ്ങളൊക്കെ അവർക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ആളുകളാണെന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗെറ്റ് എ ഗുഡ് ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവർ തരുന്ന ഡീല് ബെസ്റ്റ് ആണോ എന്നുള്ളത് നോക്കണം നമ്മൾ. അതിന് ഫസ്റ്റ് പറഞ്ഞ കമ്പയർ കോഡ് ഫ്രം ദി മൾട്ടിപ്പിൾ ഇൻസ്റ്റാളേഴ്സ്. അതായത് നമ്മുടെ കൂട്ടത്തിൽ അല്ല, നമ്മളെ പുറത്തുള്ള ഒരുപാട് ഇൻസ്റ്റാളേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോട്ടേഷൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപാട് നോക്കണമെന്നില്ല, ഒരു 3-4 എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം അവർ നമ്മളെ കോട്ടിൽ നമ്മളെ അവർ കോമ്പറ്റേറ്റീവായിട്ട് പ്രൈസ് തരുന്നുണ്ടെന്നുള്ളത്. അതിൽ തന്നെ നമുക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ നമ്മളോട് ഒരു കോസ്റ്റ് സേവിങ്ങിൽ നമ്മൾക്ക് തരുന്ന ഈ ഒരു പ്രോജക്റ്റ് കസ്റ്റമൈസ്ഡ് ആണോ, അതായത് അവർ നമുക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാക്കുന്ന കോസ്റ്റ് സേവിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ
അതായത് അവർ സൈറ്റ് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് കണ്ട് അവർ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടൊക്കെ കോട്ട് ചെയ്യുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ആ കോസ്റ്റ് സേവിങ് അവിടെ കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവർ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അഞ്ചാമത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദേ വിൽ ടേക്കിംഗ് കെയർ ഓഫ് യു എന്നുള്ളതാണ്. നമ്മളെ അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ച് കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ള പോയിന്റിലാണ് അത് വരുന്നത്. അപ്പം നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ എ സിസ്റ്റം സ്പെസിഫിക് യുവർ നീഡ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർ ആ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് അവർ പറയുമ്പോൾ തന്നെ നമുക്കത് ഏകദേശം ഐഡിയ കിട്ടും എന്തോരം അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ തന്നെ സ്ട്രോങ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അത് നമുക്ക് തരാവുന്ന ഇപ്പോൾ ഓൺ സൈറ്റ് വാറണ്ടികൾ, കമ്പനിയുടെ ഡയറക്റ്റ് സപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് അവർ ചൂസ് ചെയ്ത് തരുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഹാസ് ഹെൽപ്ഫുൾ കസ്റ്റമർ സർവീസ് ടീം, അതായത് ഇവർക്ക് വളരെ എന്താ പറയുക, നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു കസ്റ്റമർ സർവീസ് ടീം അവർക്കുണ്ടോ. അതായത് നമുക്കൊരു ഇൻഡിവിജ്വൽ വ്യക്തി നമ്മൾ ഒരുപാട് കമ്മിറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യമായിട്ടില്ല. അവരുടെ ഓഫീസിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമർ ടീം നമുക്ക് എന്ത് ആവശ്യങ്ങൾ ഒന്ന് വിളിച്ച് ചോദിച്ചാലും അതിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവിടെ അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ടീം അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെരിഫൈ നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഈ ഒരു AI സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്തല്ലാതെ കുറച്ച് ഒരു ബോണസ് ടിപ്സ് എന്ന് പറഞ്ഞൊരു സംഭവം അതിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരിഫൈഡ് ലൈസൻസ് ആൻഡ് ഇൻഷുറൻസുകൾ. അതായത് അവര് പിന്നെ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നുവെച്ചാൽ അവർ പ്രോപ്പറായിട്ട് ലൈസൻസ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഇപ്പം കോൺട്രാക്ട് ലൈസൻസുകളാണ്, അതായത് സൈറ്റിൽ വർക്ക് ചെയ്യാൻ സേഫ്റ്റി ബേസ്ഡ് ആയിട്ട് ഗവൺമെന്റ് പറയുന്ന ലൈസൻസുകൾ എടുത്തുള്ളവരാണ്. അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ടാക്കിൾ ചെയ്യാനുള്ള ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. ഇല്ലെങ്കിൽ അത് വലിയൊരു ഹ്യൂജ് ലോസിലേക്ക് അത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പം അവർ എന്തോരം പ്രോബ്ലത്തിലേക്ക് എത്തുമോ അത്ര പോലും നമ്മളും എന്താവും, നമ്മൾ പൈസ മുടക്കുന്നത് നമുക്കും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ചെക്ക് ദെയർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് അവരുടെ ആ ഒരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട്. നമുക്കൊരു പ്രോജക്റ്റ്, അവർ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ പ്രോജക്ട്സുകൾ ഹാൻഡിൽ ചെയ്ത് എന്തെങ്കിലും ലോസസ് വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനുള്ള സ്റ്റാറ്റസ് അവർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം, നിർബന്ധമുള്ള കാര്യം. പിന്നെ അവർ പറയുന്നത് ചൂസ് സമ്മൺ ഹൂ എക്സ്പ്ലെയിൻ ദിസ് തിങ്സ് ക്ലിയർലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാരിറ്റി വരുത്തി തരുന്ന ആരാണോ അവരെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ടോട്ടലി ഇവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഏകദേശം നമുക്ക് കുറച്ചും കൂടി വിശ്വസനീയമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പോയിന്റുകളാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാര്യം നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ഞങ്ങളുടെ പേജും കാര്യങ്ങളും ഫോളോ ചെയ്യുക. അതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കിട്ടും. എനിവേ, താങ്ക് യു.